കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1:19 വാക്യമാണ് നാം വായിക്കുന്നത്. അവിടെ യോഹന്നാൻ ആര് എന്നുള്ള ചോദ്യം പരീശന്മാരും മതപ്രമാണികളും ഉയർത്തിയപ്പോൾ ആ ചോദ്യത്തോടുള്ള യോഹന്നാന്റെ പ്രതികരണമാണ് തന്റെ സാക്ഷ്യത്തിൽ കൂടി ഇവിടെ പ്രസ്താവിക്കുന്നത്. മശിഹയുടെ ആഗമനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ എന്ന പേരുള്ളവൻ ഒരുവൻ മരുഭൂമിയിൽ പ്രസംഗിക്കുന്നതായി യഹൂദന്മാർ കേട്ടു. എന്നാൽ എന്താണ് ഈ പ്രസംഗന്റെ പ്രസിദ്ധിയും എന്നറിയുവാൻ അവർ പുരോഹിതന്മാരെയും ലേവ്യരെയും യോഹന്നാന്റെ അടുക്കിലേക്ക് വിട്ടു. അതാണ് 19 വാക്യം. ദൈവാലയത്തിലെ ആരാധന സംബന്ധമായി സുപ്രധാന ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് പുരോഹിതന്മാർ. ലേവ്യരാകട്ടെ ദൈവാലയ സംബന്ധമായി നിത്യേന അല്ലെങ്കിൽ സാധാരണ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരുടെ ചോദ്യം നീ ആരാണ്? ഇന്നത്തെ നമ്മുടെയും പ്രസക്തമായ ഒരു ചിന്താവിഷയം നീ ആരാണ് എന്നുള്ള യോഹന്നാനോടുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ്. കാരണം ഞങ്ങളുടെ ചിരകാല പ്രതീക്ഷയായ മശിഹയാണെന്ന് ജനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യോഹന്നാന്റെ മറുപടി പ്രിയമുള്ളവരെ വളരെ പ്രസക്തമാണ്, അല്ലെങ്കിൽ കാലിക പ്രസക്തമാണ്. ജനത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാര്യത്തിനും യോഹന്നാൻ ശ്രമിച്ചിട്ടില്ല. ഒരു വലിയ സമൂഹം തന്റെ മാനസാന്തര സന്ദേശം കേൾക്കുവാൻ തന്നെ അനുഗമിച്ചപ്പോൾ അവരെ കർത്താവിലേക്ക് നിയോഗിച്ചയക്കുവാൻ പ്രേരണ ലഭിച്ച ഒരു പ്രവാചക ശ്രേഷ്ഠനാണ് യോഹന്നാൻ. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മതപുരോഹിതന്മാരുടെയും സാധാരണ ജനത്തിന്റെയും അംഗീകാരം പിടിച്ചുപറ്റാനാണ് യോഹന്നാൻ ശ്രമിച്ചിരുന്നത് എങ്കിൽ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ അവൻ അവിശ്വസ്തനായി തീർന്നേനെ. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ. അതാണ് പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുക്കമുള്ള ഒരു ജനം, അവരെ വീണ്ടും ഒരുക്കും. അതുകൊണ്ടാണ് അത്രമാത്രം ശക്തമായ പ്രവാചക ദൂതുകൾ യോഹന്നാന് ദൈവം പരിമേൽപ്പിച്ചത്. യോഹന്നാൻ എന്നുള്ള പേര് മാതാപിതാക്കൾ ഇട്ടതല്ല. ദൈവം നേരത്തെ സ്വർഗത്തിൽ ചെന്നെ കാലേ കൂട്ടി കൽപ്പന കൊടുത്ത് അരുളി ചെയ്ത പേരാണ്. യോഹന്നാന്റെ സന്ദേശം എന്ന് പറയുന്നത് താൻ പൈതൃകമായി ആരിൽ നിന്നും പ്രാപിച്ചതല്ല, മാനുഷികമായി തനിക്ക് എന്തെങ്കിലും പിന്തുടർച്ചയല്ല. തന്റെ കുടുംബത്തിലെ പിതാക്കന്മാർ ചെയ്ത പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ താൻ ആലയകർമ്മങ്ങളിൽ എന്തെങ്കിലും മതത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറായില്ല. തന്റെ ദൂതും താൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാവിൽ കൂടി വെളിപ്പെട്ട് വന്ന ദൂതുകളാണ് ഇപ്പോൾ തന്റെ നാവിലുള്ളത്. മലാക്കി പ്രവചനം അവസാനിപ്പിക്കുമ്പോൾ നാം ഏലിയാ പ്രവാചകനെ അയക്കുമെന്നൊരു സൂചന അവിടെ കാണുന്നു. അതെ, ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വന്ന ഒരു പ്രവാചക ശ്രേഷ്ഠൻ. പുരോഹിതന്റെ മകൻ സാധാരണ പുരോഹിതനായി തീരുന്നു, പക്ഷേ പുരോഹിതന്റെ മകൻ ഇവിടെ പ്രവാചകനായി പരിണമിക്കും. ആ പ്രവചന ശുശ്രൂഷ ആരംഭിച്ചത് രാജധാനികളിലല്ല, ആലയത്തോട് ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ ക്രമീകരിച്ചൊരുക്കിയ ഏതെങ്കിലും പ്രത്യേക ഉയർന്ന പീഠങ്ങളിലല്ല. മരുഭൂമിയിൽ യോഹന്നാൻ ദൈവം നൽകിയ ദൂത്, മാനസാന്തരത്തിന് ആലോചന, പാപമോചനത്തിന് സന്ദേശം, ക്രിസ്തുവിന്റെ ആഗമനത്തെക്കുറിച്ച് താൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേൾക്കുവാൻ ഒരു വലിയ ജനക്കൂട്ടം തന്നെ സമീപിച്ചു. അവരോട് താൻ മാനസാന്തരം പ്രസംഗിച്ചു. മാറ്റങ്ങളെക്കുറിച്ച്, പരിവർത്തനങ്ങളെക്കുറിച്ച്, രൂപാന്തരങ്ങളെക്കുറിച്ച്, യഥാസ്ഥാപനത്തെക്കുറിച്ച്, മശിഹയെക്കുറിച്ച്, വീണ്ടെടുപ്പുകാരിൽ കൂടി വരുന്ന രക്ഷയെക്കുറിച്ച്, നീതിബോധത്തെക്കുറിച്ച്, വെളിച്ചത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് താൻ ഈ ലോകത്തോട് വിളംബരം ചെയ്തു. ഒരിക്കലും ഈ സന്ദേശം തന്റേതായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയുന്നത്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, ദൈവം തന്നെ അയച്ചു. ഒന്നാമത്തെ സാക്ഷ്യം, ദൈവം തന്നെ അയച്ചു. പ്രിയമുള്ളവരെ, ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അംഗീകാരത്തോടു കൂടിയുള്ള ഒരു നിയമനമാണ്. പൗലോസ് എപ്പോഴും പറയുന്നു, ഞാൻ മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യനാലുമല്ല. ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല, ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടില്ല, ജഡരക്തങ്ങൾ എനിക്കൊന്നും വെളിപ്പെടുത്തി തന്നിട്ടില്ല. എന്താണ് പ്രിയമുള്ളവരെ, ഈ വചനങ്ങളെല്ലാം ചേർത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ശുശ്രൂഷ നമ്മുടെ ഒരു കണ്ടുപിടുത്തമല്ല. അത് ബൈബിൾ സ്കൂളോ ട്രെയിനിങ് സെന്ററോ ലീഡർഷിപ്പോ തരുന്ന അംഗീകാരമല്ല. അവർക്ക് നിങ്ങളെ ഒരു പ്രസ്ഥാനത്തിലേക്ക് നിയമിക്കാനോ സഭയിലേക്ക് ചാർജ് നൽകാനോ കഴിയും. പക്ഷേ ശുശ്രൂഷ ഒരു ഭാരമാണ്, അത് ആത്മഭാരമാണ്, ദൈവത്തിലേക്കുള്ള വേദനയാണ്. ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കുന്നത് ബിരുദങ്ങളോ അംഗീകാരപത്രങ്ങളോ പ്രസ്ഥാനത്തിന്റെ ഓർഡിനേഷനുകളോ അല്ലെങ്കിൽ സെമിനാരിയുടെ ഗ്രാജുവേഷനോ അല്ല. അത് മുഴങ്കാൽ യുദ്ധമാണ്, ദൈവത്തിനുള്ള മധ്യസ്ഥതയാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്, കർത്താവ് നിങ്ങളുടെ മേൽ പകരുന്നതാണ്, കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യുന്നതാണ്. അത് കേവലം അക്ഷരത്തിൻ്റെതല്ല, അറിവിന്റെ അല്ല, ബുദ്ധിപരമായ ഒരു സമീപനമല്ല, ലോകത്തിന്റെ ജ്ഞാനമല്ല. അപ്രകാരമൊക്കെ ആണെങ്കിൽ എത്രയോ വലിയ ജ്ഞാനികൾ, എത്രയോ വലിയ ബുദ്ധിമാന്മാർ, എത്രയോ വലിയ ഉന്നതന്മാർ, എത്രയോ വലിയ കുടുംബ ശ്രേഷ്ഠതയുള്ളവർ, എത്രയോ വലിയ വിദ്യാഭ്യാസമുള്ളവർ, അവരൊക്കെ അംഗീകരിക്കപ്പെടുമായിരുന്നു. പക്ഷെ പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് കൃപയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, അത് കർത്താവിന്റെ കരുണയാണ്. അവിടെയാണ് പ്രിയമുള്ളവരെ എന്റെ നിങ്ങളുടെ ശുശ്രൂഷ വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അയച്ചു എന്നുള്ള ബോധ്യം നമുക്ക് ഈ വിഷയം തുറമാനമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. അത്രമാത്രം നമുക്ക് സ്നാപക യോഹന്നാനെ കുറിച്ച് പഠിക്കുവാനുണ്ട്. തനിക്കൊരു കൂട്ടം ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരെല്ലാം ഒന്നൊന്നായി യേശുവിന്റെ പിന്നാലെ പോയപ്പോൾ അവിടെയും താൻ പരിഭവിക്കുന്നില്ല. കർത്താവിനെ ചൂണ്ടിക്കാണിക്കുവാൻ ചൂണ്ടുപലകയായി, കർത്താവിനെ വെളിപ്പെടുത്തുവാനുള്ള ഒരു സാക്ഷിയായി, കർത്താവിനെ വെളിപ്പെടുത്തുവാനുള്ള ഒരു വിളക്കായി യോഹന്നാൻ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു. എന്ത് നല്ല മാതൃക! പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ പാഠഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, നാം എല്ലാ വാക്യങ്ങളും ഈ പ്രഭാതത്തിൽ
ഒന്ന് വായിച്ച് അല്പസമയം പ്രാർത്ഥനയോടെ ഈ സിദ്ധാഭാഗങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഒരാത്മീയ നവീകരണം നാം ഒന്ന് ദൈവസന്നിധിയിൽ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ, നിശ്ചയമായി നാം ഒന്ന് പുറത്തു വരുവാൻ കാരണമായി തീരും. കാരണം തനിക്ക് സ്വന്തം എന്ന് പറയുവാൻ, എടുത്തു കാണിക്കുവാൻ, ലോകത്തിന് കാണിക്കാൻ പറ്റുന്ന മറ്റൊന്നും തന്റെ വൈക്കൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സന്ദേശം തന്നെ വ്യത്യസ്തമായി. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, താൻ ദൈവത്താൽ അയക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തിരഹിത മനുഷ്യനോട് പറയുവാൻ താൻ നിയമിതനായി. അത് സ്വയം പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ. അവൻ വെളിച്ചമായിരുന്നില്ല, താൻ കത്തിത്തീരുവാൻ മനസ്സുള്ള ഒരു വിളക്കായിരുന്നു. ആ വിളക്കിനെ ഊതിക്കെടുത്തുവാൻ രാജാക്കന്മാർ ശ്രമിച്ചു. സിംഹാസനത്തിൽ ഇരുന്നവർ അതിന് കൂട്ടുകൂടി. അവന്റെ തല മറ്റുള്ളവർ ആഗ്രഹിച്ചു. യോഹന്നാനെ ഇല്ലാതാക്കുവാൻ മതവും ഭരണവും രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും എല്ലാം ഒന്നടങ്കം സംഘടിച്ചു. കാരണം ആ ശബ്ദത്തെ അവസാനിപ്പിക്കുവാൻ. അന്ന് ആ ശബ്ദം നിലച്ചെങ്കിലും ഇപ്പോഴും അതിന്റെ മാറ്റൊലി. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സന്ദേശത്തിന്റെ ശങ്കുലികൾ ഇന്നും അനേക കാതുകളിൽ മുടങ്ങുകയാണ്. നീ ആരെന്ന് ചോദിച്ചപ്പോൾ പറയാൻ മറുപടികളില്ല. തനിക്ക് പറയാം തന്റെ വ്യക്തിത്വത്തെയും തന്റെ ആളത്വത്തെയും തന്റെ ശുശ്രൂഷയെക്കുറിച്ചും തന്റെ ജനനത്തെക്കുറിച്ചും തന്റെ പാരമ്പര്യത്തെക്കുറിച്ചും തനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ഒത്തിരി ശ്രേഷ്ഠത തന്റെ മുമ്പിലുണ്ട്. താനൊരു അത്ഭുത ബാലനാണെന്ന്, ഏലിയാവിന്റെ ആത്മാവുള്ളവനാണെന്ന്, താൻ ഒരു വലിയ പ്രവാചകനാണെന്ന് തനിക്ക് വെളിപ്പെടുത്താം. പക്ഷെ അവിടുന്ന് യോഹന്നാൻ തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ തയ്യാറായി. ഇന്നത്തെ ഈ ചിന്ത ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നുവെങ്കിലും പ്രതാപവും പ്രശസ്തിയും പിടിച്ചു പറ്റുവാൻ വേണ്ടി താൻ ക്രിസ്തുവാണെന്ന് ഇത്തരണത്തിൽ സമർത്ഥിക്കുമായിരുന്നു. എന്നാൽ യോഹന്നാൻ വിശ്വസ്ത സാക്ഷിയായിരുന്നു. അവൻ ക്രിസ്തുവാൻ അല്ല എന്നവൻ സാക്ഷിച്ചു. ക്രിസ്തുവിന്റെ ആഗമനത്തിന് മുന്നോടിയായി ഏലിയാവ് വരുമെന്ന് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നു. യോഹന്നാൻ മശിഹ അല്ലാത്ത പക്ഷം ഏലിയാവ് ആയിരിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് അവർ വിചാരിച്ചു. താൻ ഏലിയാവുമല്ല എന്ന് യോഹന്നാൻ തീർത്തു പറഞ്ഞു. ആവർത്തന പുസ്തകം 18:15 നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലൊരു വലിയ പ്രവാചകനെ വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കും എന്ന ഒരു വചനമുണ്ട്. ഈ ഭാഗം ഓർമ്മയിൽ വെച്ചുകൊണ്ട് നീ പ്രവാചകനാണോ എന്ന് യോഹന്നാനോട് അവർ ചോദിച്ചു. അതിന്റെ മറുപടി അങ്ങനെയല്ല. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി അല്ല അല്ല ആണ്. പ്രിയമുള്ളവരെ, ഇവിടെ താൻ ക്രിസ്തു അല്ല, അല്ലെങ്കിൽ മശിഹ അല്ല, താൻ എങ്ങനെ എല്ലാവരും ബഹുമാനിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരാളല്ല എന്നുള്ള യോഹന്നാന്റെ സാക്ഷ്യം നാം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജനം കാത്തിരിക്കുന്ന വ്യക്തി താനല്ലെന്ന് യോഹന്നാൻ അറിയാമായിരുന്നു. എന്നാൽ താൻ ആണെന്ന് അവകാശവാദം ഉന്നയിക്കുവാൻ താൻ തയ്യാറായില്ല. പ്രിയരെ, ഇന്ന് എന്താണ് ഈ വർത്തമാനകാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് പലരും മനുഷ്യരാൽ ബഹുമാനിക്കപ്പെടുവാനും സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും പെട്ടെന്നുള്ള ഉയർച്ചകൾക്കും അംഗീകാരങ്ങൾക്ക് വേണ്ടി പരക്കം പായും നേതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു മുഷിക ഓട്ടം, രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞ കിടമത്സരം, ജീവിതകാലം മുഴുവൻ കസേരകളിൽ, സിംഹാസനങ്ങളിൽ, അധികാരങ്ങളിൽ ഇരിക്കുവാൻ ബന്ധപ്പെടുന്ന, വെമ്പൽ കൊള്ളുന്ന ആധുനിക ആത്മീയതയെ ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവർ ദൈവവുമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ യോഹന്നാന് താൻ ശുശ്രൂഷയുടെ ഒരു പേരെടുത്തില്ല. കാരണം ജനം പേര് കൊടുക്കുന്നതിന് മുമ്പേ ദൈവം പേര് കൊടുത്തു. ജനത്തിന് ഇഷ്ടമനുസരിച്ച് ദൂത് പറയുന്നതിന് മുമ്പേ ദൈവം യോഹന്നാന്റെ ദൂത് നേരത്തെ യെശയ്യാവിന് കൊടുത്തു. ജനത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുകൂലമായ സന്ദേശം പ്രവാചകന് പറയുവാൻ ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ടാണ് മാനസാന്തരത്തിന്റെ, വിശുദ്ധീകരണത്തിന്റെ, മടങ്ങിവരവിന്റെ, പാവങ്ങളെ ഏറ്റുപറയുന്നതിന്റെ ഒരു കൂട്ടം ജനത്തെ യോർദാന്റെ നദിയിലേക്ക്, സ്നാനത്തിലേക്ക് കൊണ്ടിറക്കുവാൻ, മതത്തിൽ മരിച്ച, പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയിൽ മരിച്ചുപോയ, ഇരുട്ട് മൂടിക്കിടക്കുന്ന, ജീവനറ്റ, മഹത്വം പൊയ്പോയ, അല്ലെങ്കിൽ യഹൂദാ മതത്തിന്റെ കർമാചാരങ്ങൾ കൊണ്ട് ജീർണിച്ചുപോയ ഒരു ജനതയെ മടക്കിയെടുക്കുവാൻ ദൈവം യോഹന്നാനെ ഉപയോഗിച്ചത്, പ്രിയമുള്ളവരെ, അത് ദൈവത്തിന്റെ മാത്രം ദൈവിക പദ്ധതിയിൽ അതിനകത്ത് മനുഷ്യനൊരു സ്വാധീനവും എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ മരുഭൂമിയിൽ വളരെ പരിക്കനായി തന്റെ വേഷവിധാനങ്ങളും ഭാഷയും തന്റെ വേഷവും തന്റെ ശൈലിയും തന്റെ ഭാവവും തന്റെ വ്യക്തിത്വവും അത്ര ആകർഷണമായിരുന്നില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നട്ടുപിടിപ്പിക്കുന്ന ശുശ്രൂഷയല്ല യോഹന്നാനുള്ളത്, വെട്ടിക്കളയുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് കോടാലിയെക്കുറിച്ചും സർപ്പത്തെക്കുറിച്ചും വിഷജന്തുക്കളെക്കുറിച്ചും ചുട്ടുകളയുന്നതിനെ കുറിച്ചും തീയെക്കുറിച്ചും ഒക്കെ യോഹന്നാൻ തന്റെ സന്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചത്. പ്രിയമുള്ളവരെ, നാം എനിക്ക് ഈ ദൂതുകൾ കേൾക്കുമ്പോൾ എല്ലാവരും ഓടിയാകലുമെന്ന് ഇല്ല. യഥാർത്ഥ പ്രവാചക ദൂതുകൾ ജനത്തെ മാറ്റത്തിലേക്ക്, പരിവർത്തനത്തിലേക്ക്, ദൈവത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. ഈ വലിയൊരു സമൂഹത്തെ സ്നാനപ്പെടുത്തുവാൻ ദൈവം യോഹന്നാനെ നിയോഗിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ അത്ഭുതമായ ഒരു ശുശ്രൂഷ. നമ്മിങ്ങനെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തന്റെ മറുപടി മശിഹ അല്ല, വരുവാനുള്ള ക്രിസ്തു അല്ല, ഏലിയാവല്ല, ഇനിയും പ്രവാചകന്മാർ ഒരുവനും അല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. ജനം ഒരിക്കലും തന്നിലേക്ക് ആകർഷിക്കപ്പെടണമെന്ന് യോഹന്നാൻ ഉദ്ദേശിച്ചിരുന്നില്ല. തന്റെ ശുശ്രൂഷയുടെ മഹാത്മ്യത്തിന്റെയോ തന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചോ ഒന്നും ഒരവകാശവാദവും യോഹന്നാൻ ഉന്നയിച്ചതുമില്ല. കർത്താവായ യേശുവിന് വേണ്ടി വഴിയൊരുക്കുന്ന കേവലം ഒരു ശബ്ദം മാത്രമാണ്. ഈ വിളക്ക് കെട്ടുപോകും, പക്ഷെ ഞാൻ കെട്ടുപോയാലും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേവലം ഒരു ശബ്ദമാണ്. ഈ ശബ്ദത്തെ അവർ ഇല്ലാതാക്കിയാലും ഈ വിളക്ക് ഊതിക്കെടുത്തിയാലും ഇല്ല, ആ വെളിച്ചം ഏത് ഇരുട്ടിനെയും പിടിക്കും. ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇനി നിൽക്കാൻ കഴിയത്തില്ല. ആ വെളിച്ചം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൈവമേ കർത്താവ് ഇന്ന് പലകാലം നമ്മളെ വീണ്ടും സഹായിക്കട്ടെ.
ഈ ദൂതുകൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർമാനമായി ഈ ഭാഗം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.